ഇന്ത്യ വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ 15 പ്രതിമകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 1, ദ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 597 അടി ഉയരമുള്ള ഈ പ്രതിമ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലിന്റേതാണ്. 562 നാട്ടുരാജ്യങ്ങൾ ഏകീകരിച്ച മനുഷ്യനാണ് അദ്ദേഹം. ഇതിനുള്ളിൽ മ്യൂസിയം, ഓഡിയോ വിഷ്വൽ ഗാലറി എല്ലാം അടങ്ങിയിരിക്കുന്നു. നമ്പർ 2, സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ. 502 അടി ഉയരമുള്ള ഈ പ്രതിമ വൈരോചന ബുദ്ധനാണ് സമർപ്പിച്ചിരിക്കുന്നത്. 2008 സെപ്റ്റംബർ 29-നാണ് ഇതിന്റെ പണി പൂർത്തിയായത്. ഏകദേശം $55 മില്യൺ ഇതിന്റെ ചെലവ് വരുന്നത്. നമ്പർ 3, ലേക്ക് ആൻഡ് സെക്യ. 351 അടി ഉയരമുള്ള ഇത് മ്യാൻമറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബുദ്ധ പ്രതിമയാണ്. 1996-ൽ ആരംഭിച്ച് 2008 ഫെബ്രുവരി 21-നാണ് ഇതിന്റെ പണി പൂർത്തിയായത്. ഗൗതമ ബുദ്ധന്റെ പ്രതിമയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്പർ 4, സ്റ്റാച്യു ഓഫ് ബിലീഫ്. ഇന്ത്യയിലെ രാജസ്ഥാനിലെ ശിവന്റെ പ്രതിമയായ ഇതിന് 369 അടിയാണ് ഉയരം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയുമാണ് ഇത്. 2013 ഏപ്രിലിൽ പണി തുടങ്ങി 2019 ഓഗസ്റ്റ് 17-നാണ് ഇതിന്റെ പണി പൂർത്തിയായത്. നമ്പർ 5, എംപറേഴ്സ് യാൻ ആൻഡ് യുവാങ്. ചൈനയിലെ ഒരു സ്മാരകമായ ഇത് ചക്രവർത്തിമാരായ യാനിന്റെയും യുവാങ്ങിന്റെയും പ്രതിമയാണ്. ഏകദേശം 347 അടിയാണ് ഇതിന്റെ ഉയരം വരുന്നത്. ഏകദേശം 20 വർഷമെടുത്തു ഇതിന്റെ പണി പൂർത്തിയാവാൻ. നമ്പർ 6, മദർ ഉക്രൈൻ. ഉക്രൈനിലുള്ള ഒരു സ്മാരക സോവിയറ്റ് കാലഘട്ടത്തിലെ പ്രതിമയാണ് ഇത്. ഏകദേശം 335 അടിയാണ് ഈ പ്രതിമയുടെ ഉയരം. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഉക്രൈനിന്റെ ചരിത്രത്തിൽ ദേശീയ മ്യൂസിയത്തിന്റെ ഭാഗമാണ് ഈ ശില്പം. നമ്പർ 7, ഉഷിക്കു ഡെയ്ബുത്സു. ജപ്പാനിലെ ഈ പ്രതിമയുടെ ഉയരം 390 അടിയാണ്. അമിതാഭ ബുദ്ധനെ ചിത്രീകരിക്കുന്ന ഈ പ്രതിമ വെങ്കലം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1993 മുതൽ 2008 വരെയും 2023 വരെയുമുള്ള ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായിരുന്നു ഇത്. നമ്പർ 8, സെൻഡൈ ദൈക്കണ. ജപ്പാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമയുടെ ഉയരം 330 അടിയാണ്. ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ ദേവി പ്രതിമയുടെ ഉള്ളിൽ ബുദ്ധന്റെയും പുരാണ രാജാക്കന്മാരുടെയും നിരവധി വലിയ പ്രതിമകളുണ്ട്. നമ്പർ 9, ഗുയിഷാൻ ഗുവാനി. ചൈനയിൽ സ്ഥിതി ചെയ്യുന്ന 325 അടി ഉയരമുള്ള സ്വർണ്ണ പൂശിയ വെങ്കല സ്മാരകമാണ് ഇത്. ഈ പ്രതിമ 11 തലകളും 1000 കൈകളുമുള്ള കാരുണ്യ ബോധിസത്വനാണ് കാണിച്ചിരിക്കുന്നത്. നമ്പർ 10, പീറ്റർ ദ ഗ്രേറ്റ് സ്റ്റാച്യു. റഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമയ്ക്ക് 322 അടിയാണ് ഉയരം. 1997-ൽ സ്ഥാപിച്ച ഈ ശില്പത്തിന് 1000 ടൺ ഭാരമുണ്ട്. ഇതിൽ 600 ടൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ, വെങ്കലം, ചെമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു. നമ്പർ 11, മദർ ഓഫ് ഓൾ ഏഷ്യ, ടവർ ഓഫ് പീസ്. ഏഷ്യയിലെയും മുഴുവൻ ലോകത്തിലെയും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായി കന്യകാമറിയത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്മാരക ദേവാലയമായ ഇതിന്റെ ഉയരം 322 അടിയാണ്. നമ്പർ 12, ഗ്രേറ്റ് ബുദ്ധ ഓഫ് തായ്ലാൻഡ്. തായ്ലാൻഡിലെ ഏറ്റവും ഉയരം കൂടിയ ഈ പ്രതിമയ്ക്ക് 302 അടിയാണ് ഉയരം വരുന്നത്. 1990-ൽ നിർമ്മാണം ആരംഭിച്ച് 2008-ൽ പൂർത്തിയാക്കിയ ഇത് സ്വർണ്ണം പൂശിയ കോൺക്രീറ്റ് കൊണ്ടാണ് പണിതിരിക്കുന്നത്. നമ്പർ 13, ഡൈക്കനോൺ ഓഫ് കിറ്റാനോ മിയാക്കോ പാർക്ക്. ജപ്പാനിലെ ഏറ്റവും ഉയരമുള്ള ഈ പ്രതിമ 1991 വരെ ലോക റെക്കോർഡ് കൈവശം വെച്ചിരുന്നു. 259 അടി ഉയരമുള്ള ഇത് ലിങ്ഷാനിലെ ഗ്രാൻഡ് ബുദ്ധരുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. നമ്പർ 14, ദ മദർലാൻഡ് കോൾസ്. റഷ്യയിലെ ഈ പ്രതിമ ഒരു നിയോ ക്ലാസിക്കലിസ്റ്റും സോഷ്യലിസ്റ്റ് റിയലിസ്റ്റുമായ യുദ്ധസ്മാരക ശില്പമാണ്. ഏകദേശം 279 അടിയാണ് ഇതിന്റെ ഉയരം വരുന്നത്. 2014 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിൽ ഇത് ഉൾപ്പെടുന്നു. നമ്പർ 15, അവാജി കാനോൺ. ലോക സമാധാനം എന്നും അറിയപ്പെടുന്ന ഇത് ജപ്പാനിൽ 80 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. 1982-ൽ തുറന്ന ഈ ക്ഷേത്ര സമുച്ചയം സുരക്ഷാ കാരണങ്ങളാൽ 2023-ന്റെ തുടക്കത്തിൽ ജാപ്പനീസ് സർക്കാർ ഏറ്റെടുത്ത് പൊളിച്ചുമാറ്റി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.